നമസ്കാരം സുഹൃത്തുക്കളെ. കലാഭവൻ മരിച്ചിട്ട് 10 വർഷം. അപ്പം എനിക്കതിനകത്ത് അദ്ദേഹത്തെ ആദ്യമായും അവസാനമായും കണ്ട ഒരു ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഞാൻ 1994-97 SVR NSS കോളേജ് വാഴൂർ BCom പഠിക്കുന്നത് കാലഘട്ടം. അപ്പം 94 ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് ഈ പറഞ്ഞ പോലെ എല്ലാ കോളേജിലെയും പോലെ ഗാനമേളയും മിമിക്രിയും അല്ലെങ്കിൽ കോമഡി ഷോസും ഒക്കെ എല്ലാ കോളേജിലെയും പോലെ അവിടെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം വന്ന ഒരു ഗാനമേള ട്രൂപ്പിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു കോമഡി സ്കിറ്റ് അത് അവതരിപ്പിച്ച ഒരാളെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അന്ന് ഡിനോസറിൻ്റെ സീസണൊക്കെ ഇറങ്ങിയ സമയമാണെന്ന് തോന്നുന്നു. ഡിനോസറായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഷർട്ടൊന്നും ഇടാതെ വായിക്കൂടെ വെള്ളമൊക്കെ തെറിപ്പിച്ച് ഇങ്ങനെ കൈ തീപന്തോ എന്തൊക്കെയോ സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനോ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. ഞങ്ങളൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് പറയും ഇയാൾ എന്തെന്നായി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും അത് അങ്ങോട്ട് ഒരു സത്യം പറഞ്ഞാൽ ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ അതൊരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. ഈ മേത്തൂടെല്ലാം ഇങ്ങനെ വെള്ളം ഷർട്ടൊന്നും ഇടാതെ മേത്തൂടെല്ലാം കൂടി വായിക്കൂടി ഇങ്ങനെ ഫൂ എന്ന് പറഞ്ഞ് വെള്ളമൊക്കെ ചീറ്റിച്ച് മേത്തൂടെല്ലാം അതൊക്കെ ഒഴുകി ഒരു പ്രകടനം. അപ്പോൾ അന്ന് ഗാനമേള അതിൽ പാടി ഒരാളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടായാലും നന്നായിട്ട് പാടും. ബാക്കിയൊന്നും അത്ര നല്ല പാട്ടല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറയുന്നത് ഞങ്ങളോട് പഠിക്കുന്ന അഭിലാഷും ശ്രീലതയൊക്കെ ഇതിനേക്കാളും എന്ത് നന്നായിട്ട് പാടും എന്നൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പറയുകയും ചെയ്തു. മെലഡി പാടി ഒരു ചേട്ടൻ്റെ മാത്രം പാട്ടെന്ന് നല്ലതായിരുന്നു എന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. 94 നടന്ന കാര്യമാണ് കേട്ടോ. വർഷങ്ങൾ എത്ര പോയി, 30 വർഷത്തിൽ കൂടുതലായി, 32 വർഷമായി. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു പെർഫോമൻസ്, ഞങ്ങളിൽ ആർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. പിറ്റേ ദിവസമൊക്കെ ഞങ്ങൾ അതിനെക്കുറിച്ചായിരുന്നു ചർച്ച പോലും. കുറേ എനിക്ക് തോന്നുന്നു 1-2 മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ എൻ്റെ കൂട്ടുകാർ ശ്രീലത എന്നോട് പറയുന്നത്, എടി ഇപ്പോൾ പുതിയൊരു സീരിയലുണ്ട്, ആ സീരിയലിനകത്ത് നമ്മളെന്നാൽ വെള്ളമൊക്കെ ഒലിപ്പിച്ച് നമുക്ക് ഇഷ്ടപ്പെടാൻ അയാള് ആ സീരിയലിനകത്തുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അന്നും സീരിയലിനോട് അത്ര ആഭിമുഖ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അത്ര സീരിയലുകളൊന്നും കാണാറില്ലായിരുന്നു. പക്ഷേ കണ്ടിട്ടേ ഇല്ലെന്നല്ല, ജ്വാലയായും ഈ പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ സീരിയലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ സീരിയലുകൾ, അതിലൊരെണ്ണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ ജോസ് പ്രകാശിൻ്റെ അനിയനുണ്ടല്ലോ, പ്രേം പ്രകാശും നമ്മുടെ ശ്രീവിദ്യയൊക്കെ അഭിനയിച്ച ഒരു ചെറിയ സീരിയൽ. അത് ഒത്തിരി നാളൊന്നുമില്ല, എൻ്റെ ഒത്തിരി എപ്പിസോഡൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള സീരിയലുകളായിരുന്നു. ഈ പറഞ്ഞ പോലെ അന്ന് കുറേ സീരിയലുണ്ടല്ലോ, നല്ല അനൂപനുവിൻ്റെ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ സീരിയലുകൾ കാണുമായിരുന്നു. പക്ഷേ അതൊന്നും അല്ലാത്ത ഒരു സീരിയലിനകത്ത് ഈ പറഞ്ഞ പോലെ എന്നോട് ശ്രീലത എന്ന് പറയുകയാണ്, എടി നമ്മളെന്നാ കണ്ട നമ്മുടെ ഇവിടെ വന്ന കോമഡി ഷോയ്ക്കകത്ത് വന്ന ആ മനുഷ്യനെ ആ സീരിയലിനകത്ത് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്നെ കണ്ടിട്ട് ഈ സീരിയലിനകത്തൊക്കെ എടുത്ത് ഞങ്ങളന്ന് ചർച്ച നടത്തി. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ആ സീരിയൽ എടുത്ത് നോക്കിയപ്പം ഞാൻ ഇപ്പോഴും എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഈ ചുമലയും വെള്ള